ഹേ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ദൂത്ത സീരീസിൻ്റെ ലാസ്റ്റിലത്തെ എപ്പിസോഡാണ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ കാണാത്തവർക്കായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം, ഒന്ന് കയറി ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ കഴിഞ്ഞ ലാസ്റ്റിലത്തെ എപ്പിസോഡിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ സത്യമൂർത്തി നാട്ടിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം അവിടെ നടന്ന പ്രശ്നങ്ങളെല്ലാം അവ അറിയുന്നത്. അങ്ങനെ അവൻ്റെ ആ പ്രസ് അവൻ്റെ കൺട്രോളിൽ നിന്നും പോയി എന്നുള്ള കാര്യമൊക്കെ മറ്റുള്ള ആളുകൾ അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അവൻ കണ്ടുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അവൻ നേരെ ഇതെല്ലാം കേട്ടതിന് ശേഷം അവൻ്റെ വൈഫിൻ്റെ അടുത്തൊന്ന് പറയുന്നുണ്ട്, ഇതെല്ലാം നാളത്തെ പ്രസ്സിൽ പത്രികയിൽ വരും, ഇതെല്ലാം ഞാൻ റിവീലാക്കും, നീ നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് അയാളൊരു ലൈറ്റ് ഹൗസിലേക്ക് ഒറ്റയ്ക്ക് കയറി പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. അവിടെയാണെങ്കിൽ ഒരു വലിയ പ്രിൻറ്റിങ് മെഷീൻ മറച്ചു വെച്ചിട്ടുണ്ട്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് അവരറിയാതെ പ്രിൻറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്തതാണ് ഇത്. അപ്പോൾ അവിടെ നിന്നിട്ട് സത്യമൂർത്തി ഇതെല്ലാം പ്രിൻറ്റ് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. ഈ കാര്യങ്ങളെല്ലാം തന്നെ ഭൂപതിയും അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ അറിയാനായിട്ട് വരികയാണ്, സത്യമൂർത്തി തിരിച്ചു വന്ന കാര്യമൊക്കെ. അപ്പോൾ ഇവൻ എന്തെങ്കിലും ചെയ്യുമെന്ന് ഇവർക്കറിയാം. അങ്ങനെ ഇവനെ തപ്പി അവർ ഇറങ്ങുകയാണ്. അപ്പോഴാണ് ഭൂപതിക്ക് ഈ ഒരു പ്രിൻറ്റിങ് മെഷീൻ്റെ കാര്യമൊക്കെ ഓർമ്മ വരുന്നത്. അങ്ങനെ ഇവരെയും കൂട്ടിയിട്ട് അവ അവിടേക്ക് ചെല്ലുകയാണ്. അവിടെ ചെന്നിട്ട് സത്യമൂർത്തിയെ അവർ ഉപദ്രവിക്കുകയാണ്, അവിടെ വെച്ച് കൊല്ലുകയും ചെയ്യുകയാണ്. അതിനുശേഷം സത്യമൂർത്തിയുടെ ഭാര്യയുടെ അടുത്ത് വന്ന് പറയുന്നുണ്ട്, ഈ കാര്യങ്ങളെല്ലാം വെളിയിൽ ആരും അറിയാൻ പാടില്ല, അറിഞ്ഞു കഴിഞ്ഞാൽ നിന്റെ മകനെയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഈ സത്യമൂർത്തി ഒളിച്ചോടിപ്പോയി എന്നുള്ള രീതിയിലാണ് എല്ലാവരോടും പറഞ്ഞത്. ഇതെല്ലാം അവരുടെ മകൻ ഇപ്പം നമ്മളുടെ ഹീറോയോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇതെല്ലാം എൻ്റെ അമ്മ മരിക്കാൻ നേരത്താണ് എന്നോട് ഈ കഥകളെല്ലാം പറഞ്ഞത്, പക്ഷേ ആളുകളെല്ലാം അറിഞ്ഞിരിക്കുന്നത് അദ്ദേഹം ഒളിച്ചോടി എന്നാണെന്ന് അവിടെ വെച്ച് അയാൾ പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട നമ്മളുടെ ഹീറോ അവനോടൊരു സോറിയും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകാനായിട്ട് തുടങ്ങിയാണ്. ഇപ്പം അയാളുടെ മകൻ അവൻ്റെ അടുത്ത് വന്നിട്ട് ഇൻറ്റേൺഷിപ്പ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹിച്ചില്ലായിരുന്നു സാർ, അത് എൻ്റെ ഇൻറ്റേൺഷിപ്പ് എന്തായെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, എൻ്റെ കമ്പനിയിൽ ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും ഞാനൊരു പെണ്ണ് കൊടുക്കുന്നുണ്ടായിരുന്നു, ഇതാ ഈ പെണ്ണ് നീ വെച്ചോ, അതിനുശേഷം നിൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നീ അവിടെ വന്ന് ജോയിൻ ചെയ്തോളാനായിട്ട് പറയുന്നുണ്ട്. ഇത് കണ്ടുകൊണ്ടിരുന്ന അവൻ്റെ അച്ഛനുടനെ അവനോട് വന്ന് പറയുന്നുണ്ട്, നീ എന്തിനാണ് അയാളുടെ കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ പോകുന്നത്, അയാൾ ഒട്ടും നേർമയായ വഴിയിലൂടെ അല്ല പോകുന്നത്, ഞാനും അവിടെ നിന്ന് മാറി എൻ്റെ റീസണും അത് തന്നെയായിരുന്നു, നിൻ്റെ മുത്തച്ഛൻ്റെ കഥകളൊക്കെ നീ ഇപ്പോൾ കേട്ടതല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൻ പറയുകയാണ്, നിങ്ങൾ രണ്ടുപേരും എന്ത് നേടിയെന്നിട്ട് കുറേ പട്ടിണിയും അല്ലാതെ വേറെ ഒന്നും നിങ്ങൾ തന്നെ സമ്പാദിച്ചിട്ടില്ല, എന്തൊക്കെ നേർവഴിയിലൂടെ അയാൾ പോയില്ലെങ്കിലും കാശ് സമ്പാദിക്കാനായിട്ട് അവിടെ നിന്നും പറ്റും, ഞാൻ അതിലേക്ക് തന്നെ പോകുമെന്നും അയാൾ പറയുന്നുണ്ട്. അവിടെ സീൻ കെട്ടിയിട്ട് നമ്മളുടെ ഹീറോ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇവനിപ്പോൾ നേരെ പോകുന്നത് ആ ലൈറ്റ് ഹൗസില്ലേ അത് തപ്പിയാണ്. അങ്ങനെ അത് തപ്പി അവിടേക്ക് ചെല്ലുന്നുണ്ട്. അതിനുള്ളിൽ കയറുന്ന അവൻ പിന്നെയും ഷോക്കാവുന്നുണ്ട്. കാരണം ആ പഴയ പ്രിൻറ്റിങ് മെഷീനൊക്കെ ഇപ്പോഴും അതുപോലെ തന്നെ അവിടെയുണ്ട്. ഇവിടെ ആയിട്ട് കുറേ പ്രിൻറ്റിംഗ് ഒക്കെ കിടക്കുന്നതായിട്ട് അവൻ മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ നോക്കുമ്പോഴാണ് അവനൊരു കാര്യം മനസ്സിലാവുന്നത്, അതിൽ ക എന്ന ലെറ്റർ തിരിഞ്ഞാണ് പ്രിൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിന്നാണ് ഈ കാര്യങ്ങളെല്ലാം പ്രിൻറ്റ് ചെയ്ത് വരുന്നതെന്ന് അവന് മനസ്സിലാകുന്നുണ്ട്. ഇപ്പോൾ ഒരു തുണ്ട് പേപ്പർ അവൻ്റെ ശ്രദ്ധയിൽപ്പെടുകയാണ്. അവൻ അതിനെടുത്ത് വായിച്ച് നോക്കുന്നുണ്ട്. അതിലെഴുതിയിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അവൻ്റെ വൈഫ് ഇപ്പം കൊടൂരമായ നിലയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്, അത് ഒരു പോലീസുകാർ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ക്രിമിനലിനെ എന്നൊക്കെയാണ് അതിലെഴുതിയിട്ടുള്ളത്. അവനാകെ പിന്നെയും ഷോക്കാവുന്നുണ്ട്. ഇപ്പം നമ്മളെ അവിടെ സീൻ കട്ട് ചെയ്തിട്ട് ക്രാന്തിയെ കാണിക്കുകയാണ്. ക്രാന്തിയാണെങ്കിൽ ഇപ്പം നമ്മളുടെ ഹീറോ കുഴിച്ചിട്ട് ആ നായില്ലേ അതിൻ്റെ അടിയിൽ എന്തോ ബോഡി ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് കുഴിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതിൽ അടിയിൽ നിന്ന് ബോഡി കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ മനസ്സിലായി. അങ്ങനെ ആ ബോഡി എടുത്തിട്ട് ഫോറൻസിക്കിൻ്റെ ഒക്കെ അയക്കാനായിട്ടൊക്കെ അവൾ പറയുകയാണ്. എന്നിട്ട് അവൾ അവരുടെ കൂടെ ഉണ്ടായിരുന്ന പോലീസുകാരോട് പറയുകയാണ്, ഉടൻ തന്നെ സാഗറയും ഇതുമായിട്ട് സംബന്ധപ്പെട്ട ആ പോലീസുകാരനില്ലേ അയാളെയും എൻ്റെ മുന്നിൽ ഉടൻ തന്നെ വേണമെന്ന് അവൾ പറയുന്നുണ്ട്. ഇവിടെ സീൻ കട്ടിയിട്ട് പിന്നെ നമ്മളെ ആ പോലീസുകാരനുണ്ടല്ലോ അയാളെ കാണിക്കുകയാണ്. അയാളുടെ അടുത്തേക്ക് ആ ലോറി ഡ്രൈവറുടെ വൈഫില്ലേ അവർ വരുന്നുണ്ട്. എന്നിട്ട് അയാളോട് പറയുന്നുണ്ട്, സാർ നിങ്ങളാണ് അയാളെ അവസാനമായിട്ട് ചോദ്യം ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോയത്, അതിനുശേഷം തിരിച്ചു വന്നിട്ടില്ല എവിടെയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഉടനെ അയാൾ അവളെ ഉള്ളിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അവനിപ്പം വലിയ സ്മഗ്ലിംഗ് കേസിലൊക്കെ പെട്ടിട്ടുണ്ട്, അപ്പം മുകളിലോട്ടുള്ള ആളുകളൊക്കെ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനന്ന് ഹൈഡ് വെച്ചേക്കുകയാണ്, ഞാൻ അവനെ രക്ഷപ്പെടുത്താം, പക്ഷേ അതിന് വേണ്ടിയിട്ട് നീ എനിക്കൊരു കാര്യം ചെയ്തു തരണമെന്ന് പറഞ്ഞിട്ട് അവളുടെ ദേഹത്ത് പിടിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അവിടെ സീൻ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളെ ഹീറോയെ കാണിക്കുകയാണ്. ഹീറോ ഇപ്പം അവൻ്റെ വൈഫിനെ രക്ഷിക്കണമല്ലോ, അപ്പോൾ അതിന് ഒരേ ഒരു വഴിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് നേരെ ക്രാന്തിയെ കാണാനായിട്ട് പോവുകയാണ്. അപ്പോൾ അവളുടെ അടുത്ത് ചെല്ലുമ്പം അവൾ ഓൾറെഡി ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ലോറി ഡ്രൈവറെ കൊന്ന കാര്യമൊക്കെ. അപ്പോൾ അവൾ അതൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, എൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് കുറേ ലെറ്റേഴ്സൊക്കെ നേരത്തെ വരുന്നുണ്ടായിരുന്നു, ഇത് സംബന്ധപ്പെട്ട കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് ജീവിതത്തിൽ നടക്കുകയും ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യമൊക്കെ അവളെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നിട്ട് അവന് കിട്ടിയ കുറിപ്പുകളൊക്കെ അവളെ കാണിക്കുകയും ചെയ്യുകയാണ്.
എന്നാൽ അവൻ പറഞ്ഞ കാര്യങ്ങളൊന്നും അവൾ അത്ര വിശ്വസിച്ചിട്ടില്ല. പക്ഷേ അവൾ ആ കുറിപ്പുകളൊക്കെ ഒന്ന് വായിച്ചു നോക്കുകയാണ്. അപ്പോഴാണ് അവളൊരു കാര്യം ശ്രദ്ധിച്ചത്. അതിലൊരു കുറിപ്പിൽ എഴുതിയിട്ടുണ്ട്, ആ പോലീസുകാരൻ ഘോഷില്ലേ, അയാളിപ്പം മരണപ്പെട്ടിട്ടുണ്ട്, അയാളുടെ ദേഹത്ത് എത്ര ബുള്ളറ്റ് കയറി എന്നുള്ള കാര്യവും അതുപോലുള്ള അയാൾ എങ്ങനെയാണ് മരിച്ച് കിടക്കുന്നതെന്നുള്ള കാര്യമൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിൽ എഴുതിയിട്ടുണ്ട്. പെട്ടെന്ന് അവളുടെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലൊരു പോലീസുകാരൻ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഇതുപോലെ ഘോഷ് മരണപ്പെട്ടിട്ടുള്ള കാര്യവും 5 ബുള്ളറ്റ് ദേഹത്തുണ്ട് എന്നുള്ള കാര്യവും എങ്ങനെയാണ് മരിച്ചു കിടക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അവളും ഷോക്കാവുകയാണ്. അവൾ ഫോൺ കട്ട് ചെയ്തിട്ട് ഇവനോട് സംസാരിക്കാനായിട്ട് തുടങ്ങുകയാണ്. ഇപ്പം നമ്മളെ സീൻ കട്ട് ചെയ്തിട്ട് ഘോഷ് എങ്ങനെയാണ് മരിച്ചതെന്ന് കാണിക്കുന്നുണ്ട്. ഘോഷ് ആ ലോറി ഡ്രൈവറിൻ്റെ വൈഫിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരവിടെ ഇരിക്കുന്ന ഒരു സ്വർണ്ണപ്പല്ല് ശ്രദ്ധിക്കുന്നുണ്ട്. അത് ആ ലോറി ഡ്രൈവറുടെ ആയിരുന്നല്ലോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഇവിടെ വന്നതെന്ന് അവൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, 2 അടി അടിച്ചു, അവനങ്ങ് മരിച്ചു, അതിനിപ്പോൾ എന്ത് ചെയ്യാനാ, വാ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് അയാൾ പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ അവൾക്ക് വളരെയധികം ദേഷ്യം വരികയാണ്. അവൾ കയ്യിൽ സൂക്ഷിച്ചിരുന്ന ഒരു തോക്കെടുത്താണ് അവനെ അവിടെ കൊല്ലുകയും ചെയ്യുന്നത്. ഇതിനുശേഷം നമ്മുടെ ഹീറോയെ കാണിക്കുകയാണ്. ഹീറോ ഇപ്പം നേരിട്ട് പോയിട്ട് അവൻ്റെ വൈഫിനോടുള്ള ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അവൾ വിശ്വസിക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ ക്രാന്തിയും കൊണ്ട് അവിടേക്ക് പോകുന്നു. അങ്ങനെ ക്രാന്തി എല്ലാ കാര്യങ്ങളും അവിടെ പറയുന്നുണ്ട്. ഇപ്പം ആ വൈഫിനെ കൊല്ലാനായിട്ട് വരുന്ന ഒരു ഇതിനകത്ത് അയാളുടെ ഫോട്ടോയും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കാണിച്ചിട്ട് അവൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. പക്ഷേ ഇയാളുടെ ഫോട്ടോ അവൾ നേരത്തെ കണ്ടിട്ടുള്ള ഒരാളല്ലായിരുന്നു. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ സാഗർ പറയുന്നുണ്ട്, നാളെ ഒരു ദിവസത്തേക്ക് മാത്രം നീ ഒന്ന് പുറത്ത് ഇറങ്ങരുത്, ഈ പത്രത്തിലുള്ള പ്രകാരം ഇതെല്ലാം നാളെയാണ് നടക്കാൻ പോകുന്നതെന്നും അവൾ പറയുന്നുണ്ട്. പക്ഷേ സാഗറിനെ അവർക്കാർക്കും അത്ര ഇഷ്ടമൊന്നും ആയിരുന്നില്ല. ഞാനിവിടെ സെക്യൂരിറ്റിയൊക്കെ ടൈറ്റ് ചെയ്യാം, നീ ഇറങ്ങരുത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം വീട്ടുകാർ അവനോട് പോകാനായിട്ട് പറയുക. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ വൈഫ് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അവിടെ ഒരു പൂച്ചെടി ഉണ്ടായിരുന്നു, അത് അവരിപ്പോൾ മാറ്റി വെച്ചതേ ഉള്ളൂ. പക്ഷേ ആ പത്രത്തിലെ ഫോട്ടോയിൽ അതിൻ്റെ ഫോട്ടോ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് ഇതിലൊക്കെ ഒരു ചെറിയ വിശ്വാസം വരികയും ചെയ്യുകയാണ്. അങ്ങനെ അവൾ പിറ്റേന്ന് വെളിയിൽ ഇറങ്ങില്ല എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഉറപ്പെടുകയും ചെയ്യുകയാണ്. അങ്ങനെ അവിടെ കഥ പടയ്ക്കുന്നുണ്ട്. ഇപ്പം നമ്മളുടെ ഹീറോ അവന് കിട്ടിയ പത്രത്തിലെ എല്ലാ കാര്യങ്ങളും ഇരുന്ന് വായിച്ചു നോക്കുകയാണ്. അപ്പോഴാണ് അവൻ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. എന്തെന്ന് വെച്ചാൽ അതിനകത്ത് ചാൾസിൻ്റെ വൈഫ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് മരിക്കും എന്നുള്ള കാര്യം എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവരിപ്പോഴും ജീവനോടെ ഉണ്ട്. അതുപോലെ തന്നെ അന്നൊരു യൂട്യൂബറല്ലേ അവനോട് പറഞ്ഞിട്ടുള്ള കാര്യം, ഇതൊക്കെ അന്വേഷിച്ച ഒരു യൂട്യൂബർ, അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം അവരും ഇതിൽ മരിച്ചു പോകുമെന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ രവി എന്ന ആൾ മരിച്ചു പോയതിനു ശേഷം അവൾ ഇപ്പോഴും ജീവനോടെ ഉണ്ട് എന്നുള്ള കാര്യം അതിനകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് അവനൊരു കാര്യം മനസ്സിലാവുന്നുണ്ട്. ഇതിൽ ബാധിക്കപ്പെട്ട ആരാണോ അയാൾ മരിച്ചു പോയാൽ ചുറ്റുമുള്ള ആളുകളൊന്നും ഇതിൽ മരണപ്പെടുകയില്ലെന്നുള്ള കാര്യം അവന് മനസ്സിലായി. ഇത് കൺഫേം ചെയ്യാനായിട്ട് 1962 മുതൽ ഇതിൽ ബാധിക്കപ്പെട്ട ആളുകളുടെയൊക്കെ വീട്ടിലേക്ക് വിളിച്ചു നോക്കുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ ആൾ മരിച്ചതിന് ശേഷം അവരുടെ വീട്ടിൽ വേറെ മരണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം അവൻ കൺഫേം ചെയ്യുന്നുണ്ട്. അതിനുശേഷം അവൻ കുറേ ഉറക്ക ഗുളികളെടുത്ത് കഴിക്കുകയാണ്. എന്നിട്ട് ക്രാന്തിക്ക് ഒരു വോയിസ് നോട്ട് അയക്കുന്നുണ്ട്, ഇതാണ് കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട്. അതിനുശേഷം അവൻ്റെ വൈഫിന് ഒരു വലിയ വോയിസ് നോട്ട് അയച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ്റെ ഫോൺ ഓഫായി പോകുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് അവൻ ചാർജർ നോക്കുന്ന സമയത്ത് കൈ തട്ടി ഒരു ഫയൽ തറയി വീഴുന്നുണ്ട്. ആ ഫയൽ അവൻ പെട്ടെന്ന് എടുത്ത് നോക്കിയിട്ട് എന്തോ ഷോക്കാവുന്നതായിട്ട് കാണിക്കുന്നു. ഇപ്പോൾ അവൻ ജീവിക്കണമെന്ന് പറഞ്ഞിട്ട് അതെല്ലാം ഛർദ്ദിച്ച് കളയാനായിട്ട് നോക്കുകയാണ്. പക്ഷെ അപ്പോഴേക്കും അവൻ മയങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവിടേക്ക് ക്രാന്തി വരുന്നുണ്ട്. അവൻ കുറേ പോലീസുകാരെയും കൊണ്ട് വന്നിട്ട് എന്നിട്ട് അവനോട് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് നീ ഈ മരുന്നൊക്കെ കഴിച്ചിട്ട് പിന്നെ രക്ഷപ്പെടണമെന്നുള്ള കാര്യത്തിൽ ചിന്തിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ഇത്രയും നാളും ഞാൻ കുറേ കള്ളത്തരങ്ങളൊക്കെ മറച്ചു വെക്കാനായിട്ടാണ് ശ്രമിച്ചത്. പക്ഷേ എൻ്റെ വൈഫ് അതിലും വലിയ പ്രശ്നങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവൾ പല കാര്യങ്ങളും മറച്ചു വെക്കുന്നുണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും അവൾ ഇന്നല്ലെങ്കിൽ നാളെ അവളെ ഞാൻ പോയാലും അവൾ മരണപ്പെടും, അത് 100% ഉറപ്പാണ്. അപ്പോൾ അതിനുള്ള വഴിയാണ് ഇനി ആലോചിക്കേണ്ടതെന്നുള്ള കാര്യം പറഞ്ഞിട്ട് ആ ഒരു കാര്യത്തോട് പറയുകയാണ്. ആ പഴയ പ്രിൻറ്റിംഗ് മെഷീനിൽ നിന്നല്ലേ ഇതൊക്കെ പ്രിൻ്റ് ആവുന്നത്, ഇനി അതെല്ലാം അടിച്ചു പൊളിക്കണമെന്ന് പറഞ്ഞ് അവിടേക്ക് ഒരു വലിയ ചുറ്റികയായിട്ട് പോവുകയാണ്. അവൻ അതിൽ അടിച്ചു പൊളിക്കാനായിട്ട് കുറേ നോക്കുന്നുണ്ട്. പക്ഷേ അതിന് ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. ഇപ്പം അവിടെ നിന്ന് അലറി വിളിച്ചുകൊണ്ട് പറയുകയാണ്, ഇതിന് ഒരു പരിഹാരവുമില്ലേ എന്ന് അലറുകയാണ്. അപ്പോൾ ആ ടൈപ്പിംഗ് മെഷീൻ തനിയെ പ്രിൻ്റ് ആവുന്നത് അവൻ ശ്രദ്ധിക്കുന്നുണ്ട്. എന്നിട്ട് ഒരു പേപ്പർ കഷ്ണം അവൻ്റെ കയ്യിലേക്ക് വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൽ എഴുതിയിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്കുണ്ടാവുന്ന മാറ്റം ആ സമൂഹത്തെ മുഴുവനും ബാധിക്കും എന്നുള്ള കാര്യം അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അവനത് എന്തോ ആലോചിക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ സീൻ കട്ട് ചെയ്തിട്ട് അവൻ്റെ വൈഫിനെ കാണിക്കുകയാണ്. ഇപ്പോൾ അവളുടെ അടുത്ത് നിന്ന് അവളുടെ ഫാദർ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം വെളിയിൽ എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അയാൾ നോക്കാനായിട്ട് വെളിയിലേക്ക് പോകുമ്പോൾ അയാളുടെ അലർച്ചയാണ് അവിടെ കേൾക്കുന്നത്. അപ്പോൾ ഇതെന്താണെന്ന് നോക്കാനായിട്ട് അവൾ പെട്ടെന്ന് പുറത്തേക്ക് വരുമ്പോൾ ആ ഫോട്ടോയിൽ പ്രിൻ്റ് ചെയ്തിട്ടുള്ള ആളില്ലേ അയാൾ അവിടേക്ക് വരികയാണ്. വന്നിട്ട് അവളെ അടിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഒരു ഹോസ്പിറ്റലിൽ ഇൻഷുറൻസ് പടത്തിന് വേണ്ടിയിട്ട് അവൻ ആ ഹോസ്പിറ്റലിൽ മൊത്തം തീയിടുകയാണ്, എന്നിട്ട് അതിലുള്ള കുഞ്ഞുങ്ങളെല്ലാം മരിച്ചു പോകും, നീ
ഒന്നും പുറത്ത് കൊണ്ടുവരാതെ എന്തിനാണ് ഇതൊക്കെ മറച്ചു വെച്ചതെന്ന് അവളെ ഉപദ്രവിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ കുട്ടിയെ വെറുതെ വിടാനായിട്ടൊക്കെ അവൾ പറയുകയാണ്. അപ്പോൾ അയാൾ പറയുന്നുണ്ട് അപ്പോൾ നിൻ്റെ കുട്ടിയെ നിനക്ക് ഇഷ്ടമാണല്ലേ, അപ്പോൾ എൻ്റെ കുഞ്ഞിനെ നിനക്ക് കാണുമെന്ന് പറഞ്ഞ് കരിഞ്ഞ ഒരു കുഞ്ഞിൻ്റെ ഫോട്ടോ കാണിക്കുകയാണ്. പെട്ടെന്ന് അവൾ ഞെട്ടി ഉണർന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അവളിപ്പം സ്വപ്നം കണ്ടതാണ്. അവൾ ചെയ്തതൊക്കെ വളരെ തെറ്റുകളാണെന്നുള്ള കാര്യം അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഇപ്പം നമ്മളുടെ ഹീറോയെ കാണിക്കുകയാണ്. അവനൊരു ഡിസിഷൻ എടുക്കുന്നുണ്ട്. ഈ പ്രിൻറ്റിങ് മെഷീനിൽ നിന്ന് പ്രിൻ്റായ പേപ്പറുകളെല്ലാം തന്നെ കളക്ട് ചെയ്യണമെന്നുള്ള കാര്യം. അങ്ങനെ അവൻ ഒരാളെ ഏൽപ്പിച്ച് കിലോ കണക്കിന് പേപ്പർ ഇങ്ങനെ വാങ്ങുകയാണ്. അപ്പോൾ അത് ഒരെണ്ണം വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ്റെ ഫാദർ വന്നത് വലിച്ചു കയറിയിട്ട് പറയുന്നുണ്ട്, ജേർണലിസം വേണ്ട എന്ന് നിന്നോട് എത്ര തവണ പറഞ്ഞതാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അയാളെ വഴക്ക് പറയുകയാണ്. അപ്പോൾ അവൻ്റെ അമ്മ അവിടേക്ക് വരികയാണ്. എന്താണെന്ന് ചോദിച്ചുകൊണ്ട് ഇയാളെ ആരാണ് പുറത്ത് വിട്ടത്, അകത്ത് കൊണ്ടിരുത്താനായിട്ട് അവരോട് പറയുകയാണ്. അങ്ങനെ അവൻ റൂമിൽ കയറി കതവടക്കുകയാണ്. അപ്പോൾ അവൻ്റെ അമ്മ അതിലേക്ക് വരികയാണ്. റൂം തുറന്ന സമയത്ത് കുറേ പേപ്പർ കഷ്ണം കിടക്കുന്നത് കണ്ടിട്ട് അവൾ ഞെട്ടിപ്പോകുന്നുണ്ട്. എന്നിട്ട് അവർ ചോദിക്കുകയാണ്, നീ എന്താണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊരു ആർട്ടിക്കിളിന് വേണ്ടിയിട്ട് ഞാനിതൊക്കെ ചെയ്തതാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവരുടെ അമ്മ പേടിച്ചിട്ട് പറയുകയാണ്, മോനെ നിനക്ക് നിൻ്റെ അച്ഛനെക്കുറിച്ച് എന്തറിയാം, നിൻ്റെ മുത്തച്ഛനും ഇതുപോലെ തന്നെയായിരുന്നു, ഇതേപോലെ കുറേ പേപ്പർ കഷ്ണങ്ങൾ കിട്ട് കുറേ പ്രശ്നങ്ങളുണ്ടായിട്ടാണ് മരിച്ചു പോയതെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പം അവനും ആകെ ഷോക്കാവുകയാണ്. എന്താണെന്ന് ചോദിക്കുമ്പോൾ നമ്മളെ ഫ്ലാഷ് ബാക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിൽ ഭൂപതി എന്ന് പറഞ്ഞ ആ പ്രസ് നടത്തിക്കൊണ്ടിരുന്ന ആളാണ് നമ്മളുടെ ഹീറോയുടെ മുത്തച്ഛൻ. അയാൾ അതിനുശേഷം ഒരു വലിയ പ്രസ്സൊക്കെ തുടങ്ങി വലിയ ആളായിരുന്നു. പക്ഷേ അയാളുടെ ലൈഫിൽ കുറേ പ്രശ്നങ്ങളുണ്ടായി. അങ്ങനെ ഇതേപോലെ കുറേ തുണ്ട് പേപ്പറുകളൊക്കെ ഇങ്ങനെ റൂമിൽ നിറയെ ഇട്ടിരിക്കുകയൊക്കെയാണ്. ആളുകളെ ഒന്നും ശ്രദ്ധിക്കാതെയായി. എല്ലാവരും വട്ടാണെന്നൊക്കെ വിചാരിച്ചു. നിൻ്റെ അച്ഛൻ്റെ കുട്ടിക്കാലം എല്ലാം ഇങ്ങനെയായിരുന്നു പോയിരുന്നത്. അദ്ദേഹം ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. ഒരു ദിവസം അയാളുടെ മുന്നിൽ വെച്ച് തന്നെ ആ പേപ്പർ കഷ്ണങ്ങളിൽ തീയിട്ട് വീട് ഫുള്ള് തീയായാണ് അയാൾ മരിച്ചതെന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പം നമ്മുടെ സാഗറിൻ്റെ ഫോൺ റിങ് ചെയ്യാണ്. ആ സത്യമൂർത്തിയുടെ പയ്യനില്ലേ അയാളാണ് വിളിക്കുന്നത്. വിളിച്ചിട്ട് പറയുന്നുണ്ട്, സാർ എൻ്റെ കോളേജിൽ ഒരു കോൺവെക്കേഷൻ ഉണ്ട്, അപ്പോൾ അതിലേക്ക് സാറ് വരണമെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കറക്റ്റ് സമയമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ പറയുന്നുണ്ട് ഞാൻ വരാമെന്നും പറയുന്നുണ്ട്. അങ്ങനെ അവൻ അവിടേക്ക് പോകാനായിട്ട് തുടങ്ങിയാണ്. ഇപ്പം നമ്മളെ കട്ട് ചെയ്തിട്ട് ക്രാന്തി കാണിക്കുന്നുണ്ട്. ക്രാന്തി അവളുടെ അമ്മയുമായിട്ട് ഒരു പഴയ വീട്ടിലേട്ടൊക്കെ വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ അവിടേക്ക് വരുമ്പോൾ അവർ അമ്മ വീട്ടിലേക്ക് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ കാല് വയ്യാത്തൊരു സ്ത്രീയാണ്. അപ്പോൾ ആ വീട് നമ്മളെ കാണിക്കുകയാണ്. ഇപ്പോഴാണ് ഒരു സസ്പെൻസ് റിവീൽ ആവുന്നത്. എന്തെന്ന് വെച്ചാൽ ഈ പെൺകുട്ടി എന്ന് പറയുന്നത് നമ്മളെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിലൊരു പോലീസുകാരൻ പറയുന്നില്ലേ ആ വീട്ടിൽ എല്ലാവരെയും കൊന്ന സമയത്ത് കാല് വയ്യാത്തൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു, അവളെ അവിടെ ഫാമിലിയുടെ കൂടെ അയച്ചു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ. അപ്പം അവരാണ് ഈ സ്ത്രീയുടെ മകളാണ് നമ്മളുടെ ക്രാന്തി എന്ന് പറയുന്നത്. അപ്പം അവരെ വീട്ടിൽ ഉള്ളിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം അവിടെ കുറേ പഴയ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എടുത്ത് അവരുടെ കയ്യിൽ കൊടുത്തിട്ട് പറയുന്നുണ്ട് ഇതൊക്കെ ഒന്ന് നോക്ക്, വേണ്ടാത്ത കാര്യങ്ങളാണെങ്കിൽ നമുക്കെടുത്ത് കളയാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവിടെ കുറേ ലെറ്ററുകളും ഫോട്ടോസും ഒക്കെ കിടക്കുന്നതായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. അതിൽ നിന്ന് അവൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. എന്തെന്ന് വെച്ചാൽ അന്ന് പഴയ നടന്നത് ആ വീട്ടിലുള്ള ആളുകൾ മരിച്ച കഥയൊക്കെ അവളുടെ അമ്മ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു കൊലപാതകമായിരുന്നു എന്നുള്ള കാര്യമൊക്കെ അവർ മനസ്സിലാക്കുന്നുണ്ട്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ആളുകളെയെല്ലാം മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അന്ന് ഉണ്ടായിരുന്ന പോലീസുകാരനെ കുറിച്ച് അവൾ അതിലൊക്കെ തപ്പുകയാണ്. അതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലായി, പോലീസുകാരൻ്റെ ഇപ്പോഴത്തെ കൊച്ചുമകനാണ് ഘോഷ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അന്നൊരു രാഷ്ട്രീയക്കാരനുണ്ടായിരുന്നല്ലോ, അയാളുടെ ഇപ്പോഴത്തെ കൊച്ചുമകനാണ് നമ്മളുടെ അവിടുത്തെ ഒരു MLA ഉണ്ടല്ലോ നമ്മളുടെ ഹീറോ സഹായിച്ചുകൊണ്ടിരിക്കുന്ന അയാളെന്നുള്ള കാര്യം അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ അപ്പം ആ ഭൂപതി ഉണ്ടായിരുന്നല്ലോ ആ പ്രസ് നടത്തിയിരുന്ന അതാരാണെന്ന് അവൾ നോക്കുന്നുണ്ട്. അപ്പോൾ അയാളുടെ ഇപ്പോഴത്തെ കൊച്ചുമകനാണ് നമ്മളുടെ ഹീറോ എന്നും അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. അവൾ ഉടൻ തന്നെ അയാളെ ഫോൺ ചെയ്യുകയാണ്. ഇപ്പം നമ്മുടെ ഹീറോയെ കാണിക്കുമ്പോൾ ഹീറോ ആ ഫംഗ്ഷൻ അവിടെ ഇരിക്കുകയാണ്. അവിടെ എല്ലാവരും ഉണ്ട്. ആ MLA അവൾ വിളിച്ച് എല്ലാ കാര്യങ്ങളും അവന് ഫോണിലൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവൻ്റെ കയ്യിലേക്ക് ഒരു ലെറ്റർ വരുന്നുണ്ട്. അവൻ തുറന്ന് വായിച്ച് നോക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. എന്നാൽ അവൻ ഒന്നും തന്നെ മിണ്ടുന്നില്ല. ആ ലെറ്റർ ഇവിടെ ചുരുക്കുന്നുണ്ട്. അപ്പോൾ അവൾ പറയുന്നുണ്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇതിങ്ങനെ ചുറ്റി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ തിരിച്ചവൻ പറയുന്നുണ്ട് ഇന്നത്തോടു കൂടി എല്ലാത്തിനും സമാപനം ഉണ്ടാവും, അത് ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുകയാണ്. അവിടെ കട്ട് ചെയ്തിട്ട് നമ്മളുടെ ഹീറോയുടെ വൈഫിനെ കാണിക്കുകയാണ്. ഇപ്പോൾ അവൾ എന്തോ സൗണ്ട് കേട്ടിട്ട് വെളിയിലേക്ക് നോക്കുകയാണ്. ഇപ്പം ആ ഫോട്ടോയിലുണ്ടായിരുന്ന ആളില്ലേ കൊല്ലണമെന്ന് പറഞ്ഞ് അയാൾ അവിടെ എൻട്രി ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവളെ ഉപദ്രവിക്കുന്നുണ്ട്. അപ്പോൾ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവൾ പറയുന്നുണ്ട് ഞാൻ ആ ഹോസ്പിറ്റലിനെതിരെ ചെയ്തതൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു, ഞാൻ അതെല്ലാം മറച്ച് വെക്കരുതായിരുന്നു, പക്ഷേ അതിനെതിരെ ഒരു ആർട്ടിക്കിൾ ഉണ്ടാക്കുന്നുണ്ട്, ഞാൻ എല്ലാവരെയും തിരിച്ച് രക്ഷപ്പെടുത്തും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അയാൾ ചോദിക്കുന്നുണ്ട്. നീ എന്തൊക്കെയാണ് പറയുന്നത്, ഞാൻ ആരാണെന്ന് നിനക്ക് അറിയാമോ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ കാണിക്കുകയാണ്. എന്തെന്ന് വെച്ചാൽ ഇയാൾ ആരാണെന്ന് വെച്ചാൽ നമ്മളുടെ ഹീറോയുടെ PA ഉണ്ടായിരുന്നല്ലോ അമൃത, അവരുടെ ഹസ്ബൻഡാണ് ഇയാൾ. അപ്പോൾ അവൾ മരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ അതിനു മുമ്പായിട്ട് അവളൊരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് അവൾ പറയുന്ന കാര്യം സാഗറിൻ്റെ വൈഫും കുട്ടിയും മരിക്കണം, അതാണ് എൻ്റെ അവസാനത്തെ ആഗ്രഹം എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് അയാൾ ഇവിടെ വന്നത്. അവളെ കൊല്ലണം എന്നുള്ള രീതിയിൽ തന്നെ അവളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവൾ വെളിയിലേക്ക് ഓടുന്നുണ്ട്. അവൻ പുറകിൽ പോയിട്ട് അവളെ ഉപദ്രവിക്കാനായിട്ട് നോക്കുകയാണ്. അവിടെ സീൻ കെട്ടിയിട്ട് പിന്നെയും നമ്മളെ സാഗറെ കാണിക്കുന്നുണ്ട്.
ഇപ്പോൾ അയാളൊരു സ്പീച്ച് ചെയ്യുകയാണ്. അയാൾ ചെയ്ത തെറ്റുകളെല്ലാം അതിൽ ഏറ്റു പറയുന്നുണ്ട്. ഒരു ജേർണലിസ്റ്റ് എന്ന് പറയുന്നത് സമൂഹത്തിന് വേണ്ടിയിട്ട് നല്ല രീതിക്ക് വർക്ക് ചെയ്യേണ്ട ഒരാളാണ്. പക്ഷേ ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് അയാൾ പറയുന്നുണ്ട്, ഇതിനെല്ലാം കാരണക്കാരൻ ഈ മിനിസ്റ്ററാണ് എന്ന് പറഞ്ഞിട്ട് അവളുണ്ടായിരുന്ന ഒരു സാധനം എടുത്ത് അയാളുടെ മണ്ടയ്ക്ക് അടിക്കുകയാണ്. അങ്ങനെ അയാളെ അവിടെ വെച്ച് കൊല്ലുകയാണ്. പെട്ടെന്ന് ക്രാന്തി അവിടേക്ക് ഓടി വരുന്നുണ്ട്. എന്നിട്ട് ഇവനെ ഷൂട്ട് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. പെട്ടെന്ന് അവളുടെ കാൽ അവിടെ നിന്ന് വഴുകിപ്പോയിട്ട് അവൾ ഷൂട്ട് ചെയ്യുന്നത് ആ ബുള്ളറ്റ് പോയിട്ട് നമ്മുടെ ഹീറോയുടെ കാലിലാണ് കൊള്ളുന്നത്. അപ്പോൾ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കുറിപ്പ് അവൾ നമ്മളെ സത്യമൂർത്തിയുടെ മകനുള്ള കാര്യം അവൻ ആ മിനിസ്റ്ററെ കൊല്ലുന്നതായിട്ടാണ് അതിൽ എഴുതിയിട്ടുള്ള കാര്യം. മുത്തച്ഛനെ നോക്കി വിഷമിച്ചിരിക്കുന്നു. എന്നിട്ട് മുത്തച്ഛൻ്റെ പേനയെടുത്ത് പോക്കലിടുന്നു. അപ്പോൾ അവൻ്റെ അച്ഛൻ അവിടെ നിന്ന് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അയാളുടെ അടുത്ത് വന്ന് പറയുന്നുണ്ട്, ഞാൻ ഇതുവരെ ചെയ്തത് എല്ലാം തെറ്റാണ്, മുത്തച്ഛനായിരുന്നു ശരിയെന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ ഈ സമയത്ത് തന്നെ അയാൾക്കൊരു കോൾ വരുന്നുണ്ട്. അപ്പോൾ ആ കോളിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സാഗർ അവൻ്റെ പൊസിഷൻ റിസൈൻ ചെയ്തിട്ടാണ് പോയിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് വേറൊരാളെ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് നിങ്ങളാണ് എന്നുള്ള കാര്യം അയാളോട് പറയുന്നുണ്ട്. ഇവിടെ സീൻ കെട്ടിയിട്ട് നമ്മുടെ സാഗറിൻ്റെ വൈഫിനെ കാണിക്കുകയാണ്. ഇപ്പോൾ അവരെ കൊല്ലാനായിട്ട് ഒരാൾ പുറകെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അവരിപ്പം വെളിയിലേക്ക് ഓടിപ്പോവുകയാണ്. നല്ല മഴ അവിടെ പെയ്യുന്നുണ്ട്. അവർ നേരെ പോയിട്ട് അവരുടെ കാറിനുള്ളിലേക്ക് കയറുകയാണ്. ഇപ്പോൾ അയാൾ പുറകെ കൊല്ലാനായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു ലൈൻ കമ്പി പൊട്ടി ആ വെള്ളത്തിലേക്ക് വീഴുകയാണ്. അവിടെ വെച്ച് അയാൾക്ക് ഷോക്ക് ഏൽക്കുന്നുണ്ട്. അവരിപ്പോൾ കാറിനുള്ളിലും ആയതുകൊണ്ട് തന്നെ അവർക്കൊന്നും തന്നെ സംഭവിക്കുന്നില്ല. ശേഷം കുറച്ച് നാളുകൾക്ക് ശേഷം കാണിക്കുന്നുണ്ട്, ഇപ്പം സാഗർ ജയിലിനുള്ളിലാണ്. അപ്പോൾ അവനെ കാണാനായിട്ട് അവിടേക്ക് അവൻ്റെ വൈഫും ഒരു കുഞ്ഞുമായിട്ട് അവിടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് അവനോട് പറയുന്നുണ്ട്, ഇതുപോലെ ഈ സൂപ്പർ നാച്ചുറൽ ആക്ടിവിറ്റീസൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ജാമ്യമൊന്നും തന്നെ കിട്ടില്ല. അതുകൊണ്ട് നമ്മളുടെ മകൾ മരിച്ചു പോയതിന് ശേഷം നിങ്ങളുടെ മനോനില അത്ര ശരിയല്ലായിരുന്നു എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അങ്ങനെ ജാമ്യം കിട്ടുമെന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ അവിടെ നിന്ന് കരയുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ശേഷം കട്ട് ചെയ്തിട്ട് നമ്മളെ പിന്നെയും ക്രാന്തി കാണിക്കുകയാണ്. സീനിയർ ഓഫീസർ പറയുകയാണ്, നീ ഈ കേസ് വളരെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ സൂപ്പർ നാച്ചുറൽ ആക്ടിവിറ്റീസൊക്കെ ഉണ്ടായിരുന്നല്ലോ, എങ്കിലും വളരെ മനോഹരമായിട്ട് ഹാൻഡിൽ ചെയ്തു. അതുകൊണ്ട് തന്നെ ഇതേപോലെയുള്ള ഒരു വലിയ കേസ് കൂടി നിന്നെ ഏൽപ്പിക്കുകയാണ് എന്ന് പറയുകയാണ്. അങ്ങനെ ഇവിടെ വെച്ചിട്ട് ഈ സീരീസ് ഇവിടെ അവസാനിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ഈ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് വേണ്ട മൂവീസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തിക്കുക. നമുക്ക് അതിന് ചെയ്യാവുന്നതാണ്.